ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഷോപ്പിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഷോപ്പിംഗ് വ്ലോഗ് ചെയ്യാൻ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നെന്ന് പറഞ്ഞിട്ട് ചെയ്ത ഈ വീഡിയോ ആക്ച്വലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ചയാണ്. പക്ഷേ സാരമില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനും അച്ഛനും അമ്മയും കൂടി ഒന്ന് ലുലു മാളിലേക്ക് ഷോപ്പിങ്ങിന് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കുട്ടികളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാനും അച്ഛനും അമ്മയും കൂടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന വെതറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ച് തിരിച്ചു വന്നേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലുലു മാളല്ലേ, എന്തെങ്കിലും വേറെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നും വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളൊരു ഉച്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത്. എന്തായാലും ഞങ്ങൾ മഴയൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. പിന്നെ വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല ഇന്ന്, അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടാകുന്നതാണ്. ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഇത്തവണ ഭയങ്കര ട്രാഫിക് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലുലുവിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലുലുവിൻ്റെ കോമ്പൗണ്ടിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെ എന്തോ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടു. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത്ര തിരക്കില്ല. അങ്ങനെ ഞങ്ങളിതാ ലുലു ഫാഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ട്. ഇപ്പോഴും അത്യാവശ്യം എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് 2-3 സെലക്ട് ചെയ്തു ഞങ്ങൾ. പിന്നെ ഞാൻ ചുമ്മാ കമ്മലിൻ്റെ സെക്ഷനിലൊക്കെ പോയി നടന്നു വന്നു, ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു കിഡ്സിൻ്റെ സെക്ഷനിൽ. അങ്ങനെ ഞങ്ങൾ ടോയ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ട് 2 ടോയ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിനി നേരെ പോകുന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്ന്. പക്ഷെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഞാനൊരു ട്രോളി എടുത്തിട്ട് ചുമ്മാ തള്ളി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സൈഡിലെത്തിയപ്പോൾ ആരും എന്നെ ഷൂസ് ഒന്ന് വിളിച്ചു. ആരും അല്ല, ഫേബർ കാസിൽ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിഞ്ച് എടുത്തിട്ട് ഞാൻ ട്രോളിയിലിട്ടു. അങ്ങനെ ഞാൻ ഒരു പാനിപൂരിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പപ്പടമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എടുത്തില്ല. പിന്നെ കേക്കിൻ്റെ സെക്ഷനിലൊക്കെ പോയി. ഇവിടെയും കുറേ കളർഫുള്ളായിട്ട് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ നൂഡിൽസിൻ്റെ സെക്ഷനിൽ പോയി ഞാനൊരു നോറിൻ്റെ ടൊമാറ്റോ സൂപ്പിൻ്റെ പാക്കറ്റ് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് അത്. പിന്നെ യോഗ ബാറിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ കംപ്ലീറ്റ് അരിച്ച് പെറുക്കി നോക്കി. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മയും ഇവിടെ നിന്ന് മൊത്തം അരിച്ച് പെറുക്കി നോക്കി. ഇപ്പോൾ ചോക്ലേറ്റിനോടൊക്കെയുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പ്രായവരല്ലേ. പിന്നെ യോഗ ബാറായതുകൊണ്ട് നോ ഷുഗർ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണോ എന്തോ, തമ്മിൽ ഭേദം തൊമ്മെന്നായതുകൊണ്ട് എടുത്തു. ഏതോ ഒരു ഫ്ലേവർ ഞാൻ അരിച്ച് പെറുക്കി എടുത്തു. ഇതാണ് സാധനം, ചോക്കോ പീനട്ട് ബട്ടർ. അങ്ങനെ അതും എടുത്തിട്ട് ട്രോളിയിലേക്ക് ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഗ്രാനുല മ്യൂസ്ലി സെക്ഷനിൽ പോയി. അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് എല്ലാം കണ്ടു. എന്തൊക്കെയുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദൈവമേ ശക്തി തരണേ, അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്നാക്സിൻ്റെ സൈഡിൽ കൂടി നടന്നു. പിന്നെ നട്ട്സിൻ്റെ അടുത്ത് പോയി. അമ്മ എന്തൊക്കെയോ നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് സ്ട്രോബെറീസ്. അങ്ങനെ അതും കൂടി കാട്ടിലിട്ടു. അത്യാവശ്യം നിറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഗ്രേപ്പ് ജ്യൂസ് എന്നെ മാടി വിളിച്ചു. നോ ഷുഗർ എന്ന് പറഞ്ഞിട്ട് യോഗ ബാർ എടുത്ത ഞാൻ പോയിട്ട് ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്നു. ആഹാ അന്തസ്. എന്തായാലും 2 എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ട് ഞാൻ ട്രോളിയിലേക്ക് കൊണ്ടിട്ടു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് യോഗേർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രീക്ക് യോഗേർട്ട് എടുത്തു. പിന്നെ സ്നാക്സിൻ്റെ സ്വീറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനിൽ ഞാൻ ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വരാനകത്ത് പ്രേതം പോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ പോയി. പിന്നെ ഞാൻ കറി കയറുന്നതിന് മുമ്പ് ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് അച്ഛനൊരു ട്രോളി ബാഗ് വാങ്ങണം എന്ന്.
അങ്ങനെ വീണ്ടും ഞങ്ങളിതാ ലുലു ഫാഷനിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ട്രോളി ബാഗ് എടുത്തു. അത് ഉന്തിക്കൊണ്ട് നടക്കുന്ന പണി എൻ്റേത് തന്നെ. അങ്ങനെ ഞാൻ അതും തള്ളിപ്പിടിച്ച് പോയി. ആ കൂട്ടത്തിൽ ഞാൻ നൈസായിട്ട് സൈഡിൽ കൂടി ഒരു ചെറിയ പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കയറി കയറിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ സൈഡിൽ കൂടി പോയി എടുത്ത സാധനം ഇതാണ് ഗൈസ്, ഹോട്ട് വീൽസ്. എന്ത് ലബൂബു, ഏത് ലബൂബു വന്നാലും ഹോട്ട് വീൽസിൻ്റെ തട്ട് താഴ്ന്ന് തന്നെ ഇരിക്കും. അതാണ് ഞങ്ങൾ ഹോട്ട് വീൽസ് ഫാൻസിന് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ സ്ഥിരം പോണ റെസ്റ്റോറൻ്റാണ് ഇത്, മെയ്ഫ്ലവർ. അങ്ങനെ ഞങ്ങൾ കയറി ഇരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താ ഇപ്പോൾ ഈ ഒരു ടിഷ്യൂൻ്റെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. കാര്യം സിമ്പിളാണ്. അപ്പുറത്തിരിക്കുന്ന ഒരു ചെറുക്കൻ എൻ്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. ആ ചെറിയതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനെങ്ങാനോ. നിങ്ങൾ പ്ലീസ് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കൊണ്ടുവരാണെങ്കിൽ ബേസിക് മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയും ബട്ടർ ചിക്കനും ആയിരുന്നു. അമ്മ ഒരു വെജ് കുറുമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടും കൂടി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല ഗൈസ്, കിടിലൻ ടേസ്റ്റായിരുന്നു. എനിക്ക് ഈ ബട്ടർ ചിക്കൻ ഒരു തന്തൂരി ഫ്ലേവറാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല, ഞാൻ ഓർഡർ ചെയ്ത ബട്ടർ ചിക്കൻ ആണെങ്കിൽ എനിക്കറിയില്ല, ഒരു തന്തൂരി ഫ്ലേവർ ഉണ്ടായിരുന്നു അതിനകത്ത്, ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധനം നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ 2 ചപ്പാത്തിയും കറിയും എടുത്തു. അപ്പം ഞാനിത് പതിയെ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.